ഹായ് ചേട്ടാ. ഹായ്. സുഖമായിട്ടിരിക്കുന്നു. ഇത് എന്താ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലം വെള്ളാഞ്ചിറ എന്ന് പറയും. നെടുമങ്ങാട് പനൂർ പഞ്ചായത്തിൽ പനൂർ ജംഗ്ഷൻ അടുത്ത് വെള്ളാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വെള്ളാഞ്ചിറ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ഹൈടെക് കൂട് പണിയുന്നവരെ കണ്ടിട്ടുള്ളതേ വലിയൊരു സെറ്റപ്പ് ഒക്കെയാണ്. ഇത്രയും ചെറിയ സെറ്റപ്പിൽ ഇത് എങ്ങനെ ചെയ്ത് സക്സസ് ആകാൻ പറ്റും? ഞങ്ങൾ ചെറുത് മുതൽ വലുത് വരെ എന്ന് പറഞ്ഞാൽ 10 കോഴിയാണെങ്കിൽ 10, 12, 15 എന്ന് തുടങ്ങി ആൾക്കാരുടെ നമ്മുടെ കർഷകർക്ക് ആവശ്യമായ രീതിയിലുള്ള ഹൈടെക് കൂട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. ഹൈടെക് കൂട് ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്? അതെ, ഞങ്ങൾ തന്നെയാണ് അതിന്റെ മാനുഫാക്ചറിംഗ്. ശരി, എന്താ പേരെന്താ? എന്റെ പേര് വിജയകുമാർ. ശരി, നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അതൊക്കെ ഇതൊക്കെ ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഇത് ഞങ്ങൾ ടാറ്റ GI കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ടാറ്റ GIയുടെ മെഷാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഞങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങൾ ആ കർഷകർക്ക് ആവശ്യമായ രീതിയിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഡ്രിങ്കിങ് സിസ്റ്റമാണ്. നമ്മൾ ഈ കാണുന്ന പോലെ നമ്മളൊരു ടാങ്ക് ഇതിനകത്ത് വയ്ക്കും. ടാങ്ക് വെച്ച് ടാങ്ക് കണക്ട് ചെയ്ത് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം. ഇത് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അതിന് ഫീഡ് കൊടുക്കാം. ഫീഡ് ഇവിടെ ഇട്ടാൽ മതി. വെള്ളം നമ്മളിവിടെ ഒരു ടാങ്ക് കണക്ട് ചെയ്യും. ടാങ്ക് കണക്ട് ചെയ്താൽ വെള്ളം അതിനകത്ത് ഒഴിക്കുക. ഫീഡ് നമ്മളിവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ മുട്ട നമുക്ക് ഇവിടെയാണ് വരുന്നത്. മുട്ട നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാർഡ് ഇട്ടേക്കുന്ന കാരണം കാക്കയോ മറ്റ് ജീവികളുടെ ആക്രമണം അതിനകത്ത് ഉണ്ടാവില്ല. ആ രീതിക്കാണ് നമ്മൾ ഹൈടെക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഷീറ്റ് ഇടുന്നതും ഇതും തമ്മിൽ രണ്ട് രീതിയിൽ ചെയ്യാം. വില വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് കണക്കൊരു ഷെഡ് ഉണ്ടെങ്കിൽ നമുക്ക് മേൽക്കൂരയുടെ ആവശ്യമില്ല. ഇതുപോലെ കൊടുത്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് വിലയിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് അല്ല പുറത്താണ് വയ്ക്കാനുള്ള ആവശ്യമെങ്കിൽ നമ്മൾ ഷീറ്റോട് കൂടി ചെയ്തു കൊടുക്കും. നമ്മുടെ കർഷകർക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, ശരി. ഇതൊക്കെ ഇപ്പോൾ ഓർഡർ അനുസരിച്ച് ചെയ്തു വെച്ചേക്കുകയാണ്. അതെ, ശരി. ഇതാണല്ലേ GI മെഷീൻ? ഓരോരോ പ്രിന്റ് ഉണ്ട്. ശരിയാ, ഇവിടെ മെഷീനിൽ കംപ്ലീറ്റ് പ്രിന്റ് ഉണ്ടാവും. ഓരോ ഭാഗത്ത് നോക്കിയാലും നമുക്ക് ഇതിന്റെ പ്രിന്റ് കാണാം. ശരി, കർഷകർക്ക് വേണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുത്ത് ചെയ്തു കൊടുക്കാം. കർഷകർ ഞങ്ങൾ പലപ്പോഴും കർഷകർക്ക് നമ്മൾ ഇടുങ്ങിയ വഴിയായിരിക്കും, നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്കിത് കാണാം, നമുക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്, നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കർഷകർക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു വില നമുക്കിപ്പോൾ ഒരു 10 കോഴിയൊക്കെ ഇടാനായിട്ടേ, ഇപ്പോൾ സിറ്റിയിലോട്ടൊക്കെ ആണെങ്കിൽ ചെറിയ വീടുകളായിരിക്കുമല്ലോ, അപ്പോൾ ഒരു 10 കോഴിയൊക്കെ ഇടാനായിട്ടൊക്കെ എത്രയൊക്കെ റേറ്റ്? കോഴിയൊക്കെ ഇടാനായിട്ട് നമുക്കൊരു 5000 രൂപ. 5000 രൂപ. പിന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഷീറ്റ് വേണോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വിലയ്ക്ക് വ്യത്യാസം വരും. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ട്രാൻസ്പോർട്ടിങ് കൊണ്ടുപോകുന്നവർ വഹിക്കണം. കാരണം നമ്മളിപ്പോൾ 5000 രൂപ 4000 എന്ന് വില പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന 2000 രൂപ വണ്ടി ഓടുന്ന ഭാഗത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വിലയാണ് നമ്മൾ. ശരി, എത്ര വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങി? ഞങ്ങൾ തുടങ്ങിയിട്ട് 11 വർഷമായി. 11 വർഷമായി അല്ലേ? 11 വർഷമായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലുണ്ട്. ശരി. അപ്പൊ ഞാൻ ഹൈടെക് കൂട് കണ്ടിട്ട് കയറിയതാണ്. അതായത് ഒരു ചെറിയ നമ്മൾ സാധാരണ എപ്പോഴും വലിയ ഫാമുകൾ വലിയ ചെയ്യുന്ന യൂണിറ്റുകളാണ് കഴിയുള്ളത്. ഒരു ചെറിയ യൂണിറ്റ് കണ്ടപ്പോൾ ശരി എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിനൊക്കെ എത്ര വരും? ഇതിനൊക്കെ ഒരു 13 രൂപ നമ്മുടെ റേഞ്ചൊക്കെ വരും. കാരണം സാധനം നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലോ. കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ടാറ്റ GI ആണ് കൊണ്ട് നിർമ്മിക്കുന്നത്. അതെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് നോക്കി കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുപോയാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതെ, ചെയ്യുന്ന യൂണിറ്റ് അടക്കം ഓരോ മെറ്റീരിയലും അടക്കം കാണിച്ചു കൊടുക്കാം. നമ്മളപ്പുറത്ത് ഗോഡൗണിലുണ്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. അത് ശരി, ഗോഡൗൺ അപ്പൊ വേറെ ഉണ്ടല്ലേ? നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഹൈടെക് രീതിയിൽ കോഴി വളർത്താൻ പറ്റും. ഇന്ന് എല്ലാം നമ്മൾ ചെറിയ കുടുംബങ്ങളാണ്. അതെ, കുറഞ്ഞ സ്ഥലവും ചെറിയൊരു വീടുമായിട്ടിരിക്കുമ്പോഴും അവിടെ നമുക്ക് കോഴി വളർത്താൻ പറ്റും. അത്യാവശ്യം നമുക്ക് ടെറസിൽ വെക്കാൻ പറ്റും. അതെ, നമുക്ക് കുറച്ചിടത്തിൽ നമുക്ക് കോഴി വളർത്തി നമ്മളെ വീട്ടു ആവശ്യത്തിനായെങ്കിലും ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയും ചെറിയ ഇടത്തിൽ വളർത്താൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ഹൈടെക്. അതെ, 30 കോഴിയെ വെക്കാൻ പറ്റുന്ന ഒരു കൂടിന് കുറച്ച് സ്ഥലം മതി അല്ലേ? അതെ, മതി. 30 കോഴി വളർത്താൻ കുറച്ച് സ്ഥലം മതി. ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു കർഷകർക്ക് ചെറിയൊരു വരുമാനത്തിൽ വളർത്താൻ പറ്റും. നമ്മുടെ മുറ്റത്തിന്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നമുക്ക് നമുക്കൊരു ഷീറ്റ് ഇട്ട് ഇതിനെ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അടിയിൽ ഡ്രയർ ഉണ്ടാക്കാം. ഡ്രയർ ഉണ്ടാക്കുന്നതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ ദ്രവിക്കാം.
പക്ഷെ അതിനേക്കാൾ ഉപരി അടിയിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടാൽ നേരെ ഇതിനകത്ത് വീഴും. നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോടെ നീക്കിയെടുക്കാം. അപ്പോൾ വേറെ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഏറ്റവും സൗകര്യപ്രദം അതാണ്. അത് ശരി. സ്വന്തമായിട്ടാണോ അതോ കൂടെ വേറെ ആളുണ്ടോ വർക്കിന്? ശരി ശരി. പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ അതോ അല്ല, ഞങ്ങൾ ഇത് അല്ലാതെ ചെയ്യുന്നതല്ല, പാരമ്പര്യമൊന്നുമല്ല, ഞങ്ങൾ അല്ലാതെ ചെയ്തു തുടങ്ങി. അപ്പൊ ഇതാണ് സ്ഥലം, വെള്ളാഞ്ചിറ. ഓൺലൈനിൽ കിട്ടും. ഓക്കെ. www.hitechcage.com എന്നാണ്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ടാറ്റ GI കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്നൊക്കെ. നമുക്ക് അവരുടെ കർഷകർക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. 1000, 2000, 10,000 അങ്ങനെ നമുക്ക് വ്യാവസായമായി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാ ഇതിലും ചെയ്യുന്നുണ്ട്. വലിയ വലിയ ഫാമുകൾക്കും ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ഇതൊക്കെ ചെറിയ ചെറിയ കൂടുതൽ വീട്ടാവശ്യത്തിന് വേണ്ടി